എല്ലാവർക്കും നമസ്കാരം. ലാബ് ഗ്രിപ്പൻ്റെ ഒരു പവർ ആംപ്ലിഫയറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇതാണ് ലാബ് ഗ്രിപ്പൻ. ഇതിൻ്റെ ഫ്രണ്ട് പാനലിൽ ലേബിൾ കൊടുത്തിട്ടുണ്ട് ലാബ് ഗ്രിപ്പൻ. ഇത് 4 ചാനലാണ് ഈ ആംപ്ലിഫയർ വരുന്നത്. ഇത് രണ്ടും എൻ്റെ ഫ്രണ്ടിലെ എയർ വെൻറ്റിലേഷനാണ്. ഫാൻ ഏതാണ്ട് ഈ പൊസിഷനിലായിട്ടാണ് ഫാൻ വരുന്നത്. 2 ഫാനാണ് ഇതിൽ വരുന്നത്. പുറത്തുനിന്ന് എയർ സക്ക് ചെയ്തെടുത്തിട്ട് ബാക്കിൽ വെൻറ്റിലേഷൻ വഴിയാണ് എൻ്റെ എയർ പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു പോർഷൻ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിൽ കാണുന്നത് വലിയൊരു SMPS ബോർഡാണ് ഇതിൽ കാണുന്നത്. ഈ കാണുന്ന ഓരോ ചാനലിൻ്റെയും വോളിയം കൺട്രോളാണ്. അതുകൂടാതെ ഓരോത്തിനും ഓരോ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത് ചാനൽ എയുടെ സെറ്റിങ്സാണ്. ഇത് ചാനൽ B, C, D. ഈ 4 ചാനലിനെ നമുക്ക് 2 ചാനലാക്കി ബ്രിഡ്ജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അത് ബ്രിഡ്ജ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഇൻഡിക്കേറ്ററാണ് ഈ കാണുന്നത്. പിന്നെ സിഗ്നൽ, VPL, CPL, പിന്നെ VHF, ടെമ്പറേച്ചർ, ഓരോന്നിൻ്റെയും ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ്സുകൾ ചെയ്യുന്നത് എൻ്റെ ബാക്ക് പാനലിലാണ്. എൻ്റെ ഡിപ്പ് സ്വിച്ച് ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോഴാണ് ഇവിടെ ഓരോ ഇൻഡിക്കേറ്ററും തെളിയുന്നത്. ഈ കാണുന്നതിൻ്റെ പവർ സ്വിച്ചാണ്. ഈ കാണുന്നതിൻ്റെ റിമോട്ടാണ്. റിമോട്ട് ഓണാക്കി വെച്ചാൽ ആംപ്ലിഫയർ എപ്പോഴും ഓണായി തന്നെ ഇരിക്കും. അതല്ല ഇത് ഓഫ് മോഡിലാണെങ്കിൽ ഈ ആംപ്ലിഫയറിൻ്റെ ബാക്കിൽ എൻ്റെ നെറ്റ്വർക്ക് പോർട്ടുണ്ട്. ആ പോർട്ട് വഴി നമുക്കിതിനെ സ്റ്റാൻഡ് ബൈയിൽ നിന്ന് റിലീസ് ചെയ്യാൻ പറ്റും. ഈ പൊസിഷനിലാണെങ്കിൽ ഈ ആംപ് ഓണാക്കിയാൽ സ്റ്റാൻഡ് ബൈയിലായിരിക്കും നിൽക്കുന്നത്, ഓണാവില്ല. അപ്പം എൻ്റെ ബാക്കിൽ നിന്ന് കൺട്രോൾ ചെയ്താൽ മാത്രമേ ഈ ആംപ്ലിഫയർ ഓണാവും. അതല്ല നമുക്ക് 24 hours ഓണായിരിക്കണമെങ്കിൽ ഡയറക്റ്റ്ലി ഈ സ്വിച്ച് ഓണാക്കി വെച്ചാൽ മതി. ഇനി നമുക്കിതിൻ്റെ ബാക്ക് പാനൽ നോക്കാം. ഇതിൻ്റെ ബാക്ക് പാനൽ ഫസ്റ്റ് കാണുന്നത് പവർ സോക്കറ്റാണ്. പിന്നെ ലാബ് ഗ്രിപ്പിൻ്റെ ലേബിളിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ മോഡൽ നമ്പറാണ്. C5:4 ആണ്. അത് 4 ചാനലാണ് ഈ ആമ്പിൻ്റെ മോഡൽ. പിന്നെ എർത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിൻ്റനൻസ് വരുന്നുണ്ട്. അടുത്തത് നെറ്റ്വർക്ക് പോർട്ടാണ്. നമുക്ക് നെറ്റ്വർക്ക് വഴി ഈ ആംപ്ലിഫയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേ നെറ്റ്വർക്ക് വഴി നമുക്ക് ഈ ആംപ്ലിഫയറിന് ഔട്ട് എടുത്ത് അടുത്ത ആംപ്ലിഫയറിൽ കൊടുക്കാനും പറ്റും. അടുത്ത പോർട്ട് GP1, GP2 ആണ്. അതായത് ജനറൽ പർപ്പസ് ഇൻപുട്ടാണ്. നമുക്ക് ഈ പോർട്ട് വഴി നമുക്ക് ഈ ആംപ്ലിഫയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എല്ലാം ഡിപ്പ് സ്വിച്ചാണ്. ഡിപ്പ് സ്വിച്ചിൽ ഗെയിൻ്റെതും പിന്നെ 100 volt, അതായത് P ആംപ്ലിഫയർ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള സെറ്റിങ്സാണ് ഇതിലുള്ളത്. നോർമൽ മോഡ് കൊണ്ട് P ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് ഇനി യൂസ് ചെയ്യാൻ പറ്റും. അതായത് 100 volt, 63 volt, 32, 45 volt. പിന്നെ നമുക്ക് ഈ 4 ചാനലിനെ 2 ചാനലായിട്ട് ബ്രിഡ്ജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ബ്രിഡ്ജ് മോഡ്. ബ്രിഡ്ജ് മോഡ് എന്ന് പറയുമ്പോൾ എയും ബിയും, എയുടെ പോസിറ്റീവും ബിയുടെ പോസിറ്റീവും ചേർത്ത് ഒരു ചാനൽ. അടുത്ത സിയും ഡിയും, സിയുടെ പോസിറ്റീവും ഡിയുടെ പോസിറ്റീവും ചേർത്ത് ഒരു ചാനൽ. അങ്ങനെ 2 ചാനലായിട്ട് എടുക്കാം. ഹൈ പവർ. ഇത് ഒരു ചാനൽ 125 watts ആണ്. അങ്ങനെ 4 ചാനൽ വരുമ്പോൾ 600 watts ആണ് ഇതിൻ്റെ പവർ. ഇതാണ് ഇതിൽ 600 watts എന്ന് എഴുതിയിട്ടുള്ളത്. ഇത് ബാലൻസ് ഇൻപുട്ടാണ്. 1, 2, 3, 4. ഈ 4 ചാനലിൻ്റെ ഇൻപുട്ടാണ് ഈ കാണുന്നത്. ഇത് 4 ചാനലിൻ്റെ ഔട്ടാണ്. ഇത് സ്പീക്കർ ഔട്ടാണ്. ഇത് 4 ചാനലിൻ്റെ സ്പീക്കർ ഔട്ടാണ്. അതിൽ നമുക്ക് ബ്രിഡ്ജ് മോഡാണെങ്കിൽ സിയുടെ പോസിറ്റീവും ഡിയുടെ പോസിറ്റീവും ചേർത്ത് ഒരു ചാനലാക്കി എടുക്കാം. അതേപോലെ എയുടെ പോസിറ്റീവും ബിയുടെ പോസിറ്റീവും ചേർന്ന് നമുക്ക് 2ാമത്തെ ചാനലാക്കി എടുക്കാം. ബ്രിഡ്ജ് മോഡായിട്ട് യൂസ് ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് പാനൽ. ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ കൂടെ നോക്കാം. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു ഹെവി SMPS പവർ സപ്ലൈ ആണ്. ഇത് എൻ്റെ സെക്കൻഡറി സെക്ഷനാണ്. ഇതാണ് പ്രൈമറി. ഈ കാണുന്നത് ഇതിൻ്റെ ആംപ്ലിഫയർ സൈഡാണ്. 4 ചാനലിൽ 4 MOSFET ആണ് ഇതിൽ വരുന്നത്. 2 പേരാണ് ഒരു ചാനലിൽ. 1, 2, 3, 4. ഇതെല്ലാം എൻ്റെ ഡ്രൈവർ സെക്ഷനാണ്. ഇതിൻ്റെ ഫാൻ വരുന്നത് ഈ സെൻട്രൽ പൊസിഷനിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് പുറത്തുനിന്ന് എയർ എടുക്കുന്നത്. എയർ എടുത്തിട്ട് ഇതുവഴി പുറത്തെ വെൻറ്റിലേഷൻ വഴിയാണ് ഇതിൻ്റെ എയർ പുറത്തോട്ട് പോകുന്നത്. ഇതിൽ ഉപയോഗിച്ചിട്ട് ഹീറ്റ് സിങ്ക് ചെറുതാണെങ്കിൽ നല്ല ഹെവിയാണ്. വെയിറ്റാണ് ഈ ബോർഡിനെടുക്കാൻ. ഇതിൻ്റെ ഉള്ളിൽ ഇനി ഒരു ബോർഡും കൂടെ ഉണ്ട്. ഇത് ഈ കവർ അഴിക്കുമ്പോൾ ഇതിൻ്റെ അടിയിലാണ് വേറൊരു മെയിൻ ബോർഡ് വരുന്നത്. അതിലാണ് ഇതിലെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഈ ബാക്ക് പാനലിൽ കണ്ട എല്ലാ സെറ്റിങ്സും എല്ലാം ഡിപ്പ് സ്വിച്ചെല്ലാം വരുന്നത് അടിയിൽ വരുന്ന മെയിൻ ബോർഡിലാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത്.